നാഗലോകനാഥനീശു എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. നാഗലോകനാഥനീശു എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ബെത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ബെത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യഭോജ്യം, മന്നിടത്തിനു ജീവനേകിയ സ്വർഗഭോജ്യം. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. നാഗലോകനാഥനീശു എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. കർത്താവേ, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അപ്പമായി അൽത്താരയിലേക്ക് എഴുന്നള്ളി വന്നു. ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, അൽത്താരയിൽ നിന്നും അവിടുന്ന് വീണ്ടും എഴുന്നള്ളി എൻ്റെ ഭവനത്തിലേക്കും എൻ്റെ സ്ഥാപനത്തിലേക്കും എൻ്റെ വ്യക്തി ജീവിതത്തിലേക്കും വരണമേ എന്ന് ഞാൻ വലിയ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുകയാണ്. നീ എൻ്റെ ഭവനത്തിലേക്ക് വന്നാൽ എൻ്റെ ഭവനത്തിൽ മാറ്റമുണ്ടാകും. എൻ്റെ സ്ഥാപനത്തിലേക്ക് അവിടുന്ന് വന്നാൽ അവിടെ മാറ്റമുണ്ടാകും. എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് നീ വന്നാൽ അവിടെയും മാറ്റമുണ്ടാകും. കർത്താവെ, ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ബൈബിളിൽ പല സ്ഥലത്ത് തനിച്ചിരുന്ന് പോലും ചില ആളുകൾ നിന്റെ സന്നിധിയിൽ ഹൃദയമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് നീ കടന്നു ചെന്ന് അവരെ രക്ഷിച്ചതിൻ്റെ അനുഭവങ്ങൾ ഇന്ന് ബൈബിളിൻ്റെ പുറത്തും ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഞങ്ങളത് കാണുന്നു. എത്രയോ പേര് പറയാറുണ്ട്, ഞാൻ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു കർത്താവിൻ്റെ സ്വരം കേട്ടു, ഞാനൊരു ദർശനം കണ്ടു, എനിക്കെങ്ങനെ ഒരു തോന്നൽ കിട്ടി, എനിക്കെങ്ങനെ ഒരു സൗഖ്യം കിട്ടി എന്നൊക്കെ എത്രയോ പേര് പറയുന്നുണ്ട്. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയുടെ സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് നിൻ്റെ മുമ്പിലേക്ക് ഹൃദയമുയർത്തി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെയും പ്രാർത്ഥന നീ കേൾക്കണമേ. ഓരോ നെടുവീർപ്പുകൾക്ക് നീ ഉത്തരമരുളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു ഉത്തരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൽ നമ്മുടെ പ്രത്യാശ നമുക്ക് അർപ്പിക്കാം. കർത്താവെ, നീ രക്ഷിക്കാൻ കഴിയുന്ന ദൈവമാണ്. നീ നിലവിളി കേൾക്കുന്ന ദൈവമാണ്. നീ നെടുവീർപ്പുകൾക്ക് ഉത്തരം തരുന്ന ദൈവമാണെന്ന് ഒന്ന് നിശബ്ദതയിൽ ഈശോയോട് ഏറ്റുപറയാം നമുക്ക്. അതേ കർത്താവേ, നീ എനിക്ക് മതിയായവനാണ്. എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മതിയായവനാണ്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ മതിയായവനാണ്. എനിക്ക് നീതി നടത്തി തരാൻ മതിയായവനാണ് എന്ന് നമുക്ക് അവിടുത്തെ ഏറ്റു പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു ആത്മീയ സ്വരത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ ഒരു ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനത്തിന് വേണ്ടി എടുക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതയായ ഒരു ബൈബിൾ കഥാപാത്രമായ സൂസന്നയെയാണ്. സൂസന്ന ഒരു കുടുംബിനിയായിരുന്നു. ഈ സൂസന്നയിൽ താല്പര്യം തോന്നിയ രണ്ട് ന്യായാധിപന്മാർ അവളെ വ്യഭിചാരത്തിന്
പ്രേരിപ്പിച്ചു തോട്ടത്തിൽ വെച്ച്. സൂസന്ന അതിന് സമ്മതിച്ചില്ല. അപ്പോൾ ആ ന്യായാധിപന്മാർ പറഞ്ഞു, നീ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിൻ്റെ പേരിൽ കള്ളക്കേസുണ്ടാക്കും. നീ വേറൊരു പുരുഷനുമായി ഇവിടെ വെച്ച് വ്യഭിചാരം ചെയ്തത് കണ്ടു എന്ന് ഞങ്ങൾ പറയും. വ്യഭിചാരം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട കുറ്റമാണ്. അതുകൊണ്ട് നിൻ്റെ പേരിൽ കള്ളക്കേസുണ്ടാക്കി നിന്നെ വ്യഭിചാര കുറ്റത്തിൽ ചുമത്തി നിന്നെ ഞങ്ങൾ കല്ലെറിഞ്ഞ് കൊല്ലാൻ വിധിക്കും. അപ്പോൾ ഒന്നെങ്കിൽ നീ മരിക്കാൻ തയ്യാറാവുക, അല്ലെങ്കിൽ നീ ഞങ്ങളോടുകൂടി വ്യഭിചരിക്കാൻ തയ്യാറാവുക. ഇത് തോട്ടത്തിൽ വെച്ചാണ് ഈ ന്യായാധിപന്മാർ സൂസന്നയോട് പറയുന്നത്. അപ്പം അങ്ങനെ ആ നിസ്സഹായതയിൽ സൂസന്ന പറഞ്ഞ ഒരു വാചകമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് എടുക്കുന്നത്. സൂസന്ന പറഞ്ഞ ആ വാചകം ഇതാണ്. ദാനിയേലിൻ്റെ പുസ്തകം 13-ാമത്തെ അധ്യായം 22-ാമത്തെ വചനമാണ്. സൂസന്ന എങ്ങനെയാണ് പറഞ്ഞത്? എല്ലാ തരത്തിലും ഞാൻ പെട്ടുപോയി, എല്ലാ തരത്തിലും ഞാൻ പെട്ടുപോയി എന്ന് വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ ആരും ഉണ്ടാവില്ല. ഇവർ കള്ളസാക്ഷി പറഞ്ഞ് എന്നെ കൊല്ലാൻ വിധിക്കും, അല്ലെങ്കിൽ ഞാൻ ഇവരോട് കൂടി പാപം ചെയ്യണം. ഏത് വിധത്തെ നോക്കിയാലും എനിക്ക് രക്ഷയില്ല. അതാണ് പെട്ടുപോകുക എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പലപ്പോഴും പറയുന്ന ഒരു വാചകമാണ് പെട്ടുപോയി. എത്രയോ പേര് പറയുന്നു. നമ്മളെല്ലാവരും തന്നെ ഈ വാചകം പലതവണ പറഞ്ഞിട്ടുണ്ട്. ഓരോ പ്രതിസന്ധിയിൽപ്പെട്ട് ഊരാക്കുടിക്കപ്പെട്ട് രക്ഷപ്പെടാനൊരു മാർഗവുമില്ലാതെ, സഹായിക്കാൻ ആരുമില്ലാതെ അലയുന്ന ചില നിമിഷങ്ങളിൽ നമ്മൾ ചിലപ്പോൾ തന്നെത്താനോ മറ്റുള്ളവരോട് പറഞ്ഞു പോയിട്ടുണ്ട്, പെട്ടുപോയി. അതുപോലെ ഒരു പെടലാണ് ഈ സൂസന്നയ്ക്കുണ്ടായത്. പ്രിയപ്പെട്ടവരെ, ഈ പെട്ടുപോയ നിമിഷത്തിൽ സൂസന്നയ്ക്ക് ഒരു തീരുമാനമെടുക്കേണ്ടിയിരുന്നു. ഐദർ ഓർ. ഒന്നെങ്കിൽ വ്യഭിചാരത്തിന് തയ്യാറാവുക, അല്ലെങ്കിൽ കൊല്ലപ്പെടാൻ തയ്യാറാവുക. ഈ രണ്ട് സാധ്യതയേ ഉള്ളൂ. ഈ രണ്ട് ഓപ്ഷനേ അവളുടെ മുമ്പിൽ ഉള്ളൂ. അപ്പം അവൾ പെട്ടുപോയ ആ നിമിഷത്തിന് നമുക്കൊരു പേര് പറയാം. 0 അവർ. 0 അവർ, ZERO, 0 അവർ. ശൂന്യതയുടെ മണിക്കൂർ. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട, എല്ലാ പിടിവള്ളിയും നഷ്ടപ്പെട്ട, ഒരു കച്ചിത്തുരുമ്പ് പോലും രക്ഷപ്പെടാനില്ലാതെ, സഹായിക്കാൻ ആരുമില്ലാതെ, സ്വയം സഹായിക്കാൻ പറ്റാതെ, മുമ്പിലൊരു വെളിച്ചത്തിൻ്റെ കണിക പോലും കാണാത്ത, പ്രത്യാശയുടെ ഒരു കിരണം പോലും ഇല്ലാത്ത ആ അവസ്ഥയ്ക്കാണ് ഞാൻ ഈ 0 അവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൂസന്ന ഒരു 0 അവറിൽപ്പെട്ടു. ഈ 0 അവറിൽ വെച്ച് അപ്പം തന്നെ ഒരു തീരുമാനം എടുക്കണം. ഒന്നെങ്കിൽ വ്യഭിചരിക്കുക, അല്ലെങ്കിൽ മരിക്കാൻ ഒരുങ്ങുക. പ്രിയപ്പെട്ടവരെ, ആ 0 അവറിൽ, ആ നിസ്സഹായത അവസരത്തിൽ, ആ പെട്ടുപോയ അവസരത്തിൽ സൂസന്ന എടുത്ത തീരുമാനം നമ്മളെ അത്ഭുതപ്പെടുത്തും. സൂസന്ന എടുത്ത തീരുമാനം ഇതാ: ഞാൻ മരിക്കാൻ തയ്യാറാണ്, എന്നാലും ഞാൻ വ്യഭിചരിക്കാൻ കൂടില്ല. ആ ഡിസിഷനെ, അവളുടെ ആ ആത്മധൈര്യത്തെ, ആ ദൈവവിശ്വാസത്തെ, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹത്തെ നമ്മൾ എത്ര മാനിച്ചാലും മതിയാവില്ല. എന്നിട്ട് അവൾ ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥനയെ കൂടി ചൊല്ലി. ആ പ്രാർത്ഥനയും കൂടി ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 13-ാം അധ്യായം, ദാനിയേൽ 13-ാം അധ്യായം 42-43 വചനങ്ങളാണ്. അത് ഇങ്ങനെയാണ്. അപ്പോൾ സൂസന്ന അത്യുച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, നിത്യനായ ദൈവമേ, രഹസ്യങ്ങളെ വിവേചിക്കുന്നവനെ, വസ്തുക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവയെ അറിയുന്നവനെ, ഇവർ എനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. ഞാനിതാ മരിക്കാൻ പോകുന്നു. എങ്കിലും എനിക്കെതിരെ ദുഷ്ടതയോടെ ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ദൈവമേ, എന്നെ രക്ഷിക്കണമെന്ന് സൂസന്ന പ്രാർത്ഥിക്കുന്നില്ല. ഇവരോട് പകരം വീട്ടണമേ എന്ന് സൂസന്ന പ്രാർത്ഥിക്കുന്നില്ല. 2 കാര്യമേ പറയുന്നുള്ളൂ. ദൈവമേ, ഞാൻ തെറ്റ് ചെയ്യാൻ തയ്യാറല്ല, ഞാൻ മരിക്കാൻ റെഡിയാണ്. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, ഞാൻ നിഷ്കളങ്കനാണ്, നിരപരാധിയാണ്, നീ ഒന്ന് ഓർത്തേക്കണം.
അത് മാത്രമേ ആ പാവ സ്ത്രീ പറഞ്ഞുള്ളൂ, അഥവാ പ്രാർത്ഥിച്ചുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ 0 അവർ ഡിസിഷൻ ദൈവത്തോടൊപ്പം നിൽക്കാൻ വേണ്ടി, പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി സൂസന്ന എടുത്ത് ഈ ഒരു പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ദൈവം ദാനിയേൽ എന്നൊരു ബാലൻ്റെ ആത്മാവിനെ തൻ്റെ പരിശുദ്ധാത്മാവിനെ ഉണർത്തുകയാണ്. ദാനിയേൽ അവിടെ പറയുകയാണ്, അല്ല, നമ്മുടെ നിയമപ്രകാരം ഒരാളെ കൊല്ലണമെങ്കിൽ അതിന് വിധിക്കണ്ടേ, കേസ് വിസ്തരിക്കണ്ടേ, സാക്ഷികൾ വേണ്ടേ? ഈ സൂസനയുടെ കാര്യത്തിൽ അതൊന്നും ചെയ്തില്ലല്ലോ. ഏകപക്ഷീയമായിട്ട് 2 ന്യായാധിപന്മാർ ഇവളെ വ്യഭിചാരം ചെയ്തു കൊല്ലണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോയാൽ മതിയോ? അത് നമ്മുടെ നിയമം അനുവദിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇവളെ കേസ് വിസ്തരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സീൻ മാറി. പിന്നെ കേസ് വിസ്തരിച്ച് ദാനിയേൽ അവിടെ സ്ഥാപിച്ചു ഇവളെ പാപം ചെയ്തിട്ടില്ലെന്നും ഇവളെ കൊല്ലാൻ വിധിച്ച ന്യായാധിപന്മാർ തന്നെ ഇവളെ വ്യഭിചരിക്കാൻ നിർബന്ധിച്ചു. അവളെ വഴങ്ങാത്തതിന് പേര് ഇവരുടെ മേൽ ദുരാരോപണം കൊണ്ടുവന്ന് ഇവളെ കൊല്ലാൻ വിധിച്ചതാണെന്ന് അവിടെ തെളിയിച്ചു. സൂസനയുടെ നിരപരാധം തെളിയിക്കപ്പെട്ടു, അവളെ രക്ഷപ്പെട്ടു. പകരം ആ ന്യായാധിപന്മാരെ കൊന്നു. ഓക്കെ, ഒരു 0 അവർ ഡിസിഷൻ ദൈവത്തിന് വേണ്ടി എടുത്തപ്പോൾ, ദൈവത്തെ കൂടെ നിർത്താൻ വേണ്ടി എടുത്തപ്പോൾ അവിടെ ദൈവം അത്ഭുതകരമായി മറ്റൊരാളുടെ ആത്മാവിനെ ഉണർത്തുകയാണ്. രക്ഷയ്ക്ക് വേണ്ടി ഒരാളെ പറഞ്ഞയക്കുക. അതോ എട്ടും പൊട്ടും തിരിയാത്ത ദാനിയേൽ എന്ന ബാലനെ, ആ ബാലനിലൂടെ ഉന്നതമായ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുക, അവൾക്ക് നീതി നടത്തി കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ദീർഘിപ്പിക്കുന്നില്ല. നമുക്കൊക്കെ ഈ സൂസന്നയെ പോലെ പെട്ടുപോകുന്ന അവസരങ്ങൾ, ഞാൻ പറഞ്ഞ വ്യഭിചാരവും ആയിക്കോട്ടെ, ജടികപാപത്തിൻ്റെ അവസ്ഥയൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുക. ഏതെങ്കിലും വിധത്തിൽ ആ മേഖലയിൽ പെട്ടുപോകാം, മറ്റുള്ളവരുടെ ദുരാരോപണത്തിൽ പെട്ടുപോകാം, കള്ളസാക്ഷ്യത്തിൽ പെട്ടുപോകാം, സാമ്പത്തിക പ്രതിസന്ധി കെട്ടുപോകാം, തെറ്റിദ്ധാരണയിൽ പെട്ടുപോകാം, നിരന്തരമായ വഴക്ക് കേൾക്കേണ്ടി വരുന്ന അവസ്ഥയിൽപ്പെട്ടു പോകാം, എന്ത് ചെയ്തിട്ടും വിജയിക്കാത്ത അവസ്ഥയിൽപ്പെട്ടു പോകാം. പെട്ടുപോകുന്നത് ഏത് കാര്യത്തിലുമാകാം. ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലൊക്കെ പെട്ടുപോയിട്ടില്ല നമ്മൾ ചിലരെങ്കിലും ഇപ്പം പെട്ട് കിടക്കുകയല്ലേ. ഒരിക്കലും പെട്ടു പോവില്ലെന്ന് വിചാരിച്ചിരുന്ന, സമാധാനിച്ചിരുന്ന ചില കാര്യത്തിലൊക്കെ പെട്ട് കിടക്കുകയല്ലേ ഇപ്പം നമ്മൾ. ആരും സഹായിക്കാനില്ല, ആരും സഹായിക്കാനുണ്ടെന്ന് തോന്നുന്നില്ല, സ്വയം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്കൊരു ദൈവമുണ്ട്. ഈ സൂസന്നയുടെ ജീവിതത്തിൽ ഇടപെട്ട ദൈവം. സൂസന്ന ദൈവത്തിന് വേണ്ടി ഒരു തീരുമാനമെടുത്തു, അഥവാ ദൈവത്തോട് കൂടി നിൽക്കാനൊരു തീരുമാനമെടുത്തു. തെറ്റ് ചെയ്യില്ലെന്നൊരു തീരുമാനം എടുത്തപ്പോൾ എവിടെയോ കിടന്ന ഒരാളിൻ്റെ ആത്മാവിനെ ദൈവം ഉണർത്തുകയാണ്, രക്ഷയ്ക്ക് വേണ്ടി അയക്കുകയാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ദൈവത്തിന് വേണ്ടി ഒരു തീരുമാനമെടുത്താൽ, ദൈവത്തെ കൂടെ നിർത്താൻ ഒരു തീരുമാനമെടുത്താൽ, ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ആരെയെങ്കിലും അയക്കും. ദൈവത്തിൻ്റെ ആത്മാവ് ആരെയെങ്കിലും ഉണർത്തും. അതുകൊണ്ട് എത്ര 0 അവർ ആണേലും, ആരെന്തിനു നിർബന്ധിച്ചാലും, എത്ര പെട്ടുപോയ അവസ്ഥയിലാണെങ്കിലും തെറ്റ് ചെയ്യാൻ നമ്മളൊരു തീരുമാനമെടുക്കാതിരിക്കുക. ദൈവത്തിനെതിരെ നിൽക്കുന്ന, ദൈവത്തെ തള്ളിപ്പറയുന്ന, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു തീരുമാനം എടുക്കാതിരിക്കുക. ദൈവത്തിന് സ്വീകാര്യമായ ഒരു തീരുമാനം എടുക്കുക. അതാണ് സൂസന്ന പറഞ്ഞത്. എൻ്റെ മുമ്പിൽ 2 സാധ്യതയുള്ളൂ, ഒന്നെങ്കിൽ വ്യഭിചരിക്കുക, അല്ലെ മരിക്കുക. ഞാൻ മരിക്കാനാണ് തീരുമാനിക്കുന്നത്, എന്നാലും ഞാൻ തെറ്റ് ചെയ്യൂല. ആ ഒരു തൻ്റെ ഇടം, ആ ഒരു ബോൾഡ്നെസ്, ആ ദൈവത്തോട് കൂടെ നിൽക്കാനുള്ള ആഗ്രഹം, പരലോക ജീവിതത്തെ പറ്റിയുള്ള ചിന്ത, അത് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകുന്ന സർവ്വ അവസരങ്ങളിലും സൂസന്നയെ പോലെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വരും. ദൈവം ആരെയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അയക്കും. ഇവിടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. സൂസന്നയുടെ ജീവിതത്തിലേക്ക് വിചാരിക്കാത്ത സമയത്താണ് പ്രതിസന്ധി കടന്നു വന്നത്. അത് ഏറ്റവും നാണക്കേടുണ്ടാക്കുന്ന കേസ്. അവൾ തോട്ടത്തിൽ വെച്ച് വ്യഭിചരിച്ചു, ഭർത്താവിനെ വഞ്ചിച്ചു, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ അർഹയാണ്. ഇതാണ് നാട്ടിലെ നിയമം. വിചാരണ കൂടാതെ, സാക്ഷികളില്ലാതെ അവളെ കൊല്ലാൻ വിധിച്ചു. കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ അവൾ പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല, നിന്നെ കൂടെ നിർത്തും. ആ നല്ല മനസ്സിനെ ദൈവം മാനിച്ചു. ദാനിയേലിനെ അയച്ച് ദൈവം രക്ഷിച്ചു.
പ്രിയപ്പെട്ടവരെ, നമ്മൾ പെട്ടുപോയ എല്ലാ അവസരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. പരിഹാരമില്ലെന്ന് തോന്നുന്ന എല്ലാ സാഹചര്യങ്ങളെയും സമർപ്പിക്കാം. എല്ലാ ഊരാക്കുടുക്കുകളെയും സമർപ്പിക്കാം. രക്ഷയില്ലെന്ന് തോന്നുന്ന എല്ലാ പ്രതിസന്ധികളെയും സമർപ്പിക്കാം. നമുക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞ് മറ്റു വിധത്തിലും നമ്മളെ കുടുക്കലാക്കിയ വ്യക്തികളെ സമർപ്പിക്കാം. ആ സാഹചര്യങ്ങളെ സമർപ്പിക്കാം. ദൈവമേ, എനിക്ക് നീതി നടത്തി തരാൻ വേണ്ടി, എൻ്റെ മുഖത്ത് ചെളി പറ്റാതിരിക്കാൻ വേണ്ടി, എൻ്റെ ആയുസ്സിന് കളങ്കമുണ്ടാകാതിരിക്കാൻ വേണ്ടി നീ ആരെയെങ്കിലും ഉണർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും ചില വ്യക്തികളിലേക്ക് നിൻ്റെ ആത്മാവിനെ അയച്ച് അവരെ ഉണർത്തി അവർ വഴി ഈ പെട്ടുപോയ അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇവിടെ നമ്മുടെ സങ്കടങ്ങളെ, ട്രാപ്പിൽപ്പെട്ട അവസരങ്ങളെ, വഞ്ചിക്കപ്പെട്ട അവസരങ്ങളെ, നീതി നിഷേധിക്കപ്പെട്ട അവസരങ്ങളെ, കള്ളസാക്ഷ്യം പറഞ്ഞ അവസരങ്ങളെ എല്ലാം നമുക്ക് സമർപ്പിക്കാം. അതുണ്ടാക്കിയ വേദനകളെ സമർപ്പിക്കാം. അത്തരം അവസരങ്ങൾ ചിലപ്പോൾ നമ്മൾ ദൈവത്തോടു കൂടി നിൽക്കാൻ തീരുമാനിച്ചു. ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് മനുഷ്യരോട് കൂടി ചേർന്ന് തെറ്റിൻ്റെ വഴിക്ക് പോയിട്ടുമുണ്ട്. തെറ്റ് പറ്റിയെങ്കിൽ നമുക്ക് അനുതപിക്കാം. അന്ന് ദൈവത്തോടൊപ്പം നിൽക്കാൻ സാധിച്ചെങ്കിൽ ഇന്ന് നമുക്ക് അഭിമാനിക്കാം. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. കർത്താവ് ദാനിയേലിനെ അയച്ചതുപോലെ ഓരോരോ പ്രതിസന്ധികളിൽ പെട്ടുകിടക്കുന്ന സർവരുടെയും ജീവിതത്തിലേക്ക് അവിടുത്തെ ആത്മാവിനെ അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൂസനെ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, നിന്നെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ആത്മാവിനെ നീ അരിലേക്കെങ്കിലൊക്കെ അയച്ച് രക്ഷകരായിട്ട് അവതരിക്കുവാൻ കനിവുണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ചു പാട് നീ പ്രതിസന്ധിയിൽ, നിന്റെ ദൈവം നിനക്കു നീതി നടത്തിത്തരും. നമുക്കൊന്ന് ആവർത്തിച്ച് പാടാം. സ്തുതിച്ചു പാട് നീ പ്രതിസന്ധിയിൽ, നിന്റെ ദൈവം നിനക്ക് നീതി നടത്തിത്തരും. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയ എന്നും നിറഞ്ഞിടട്ടെ. കർത്താവേ, നീതി നിഷേധിക്കപ്പെട്ട് സഹായിക്കാൻ ആരുമില്ലാതെ കഴിയുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ അടുത്തേക്ക് നീ ആരെയെങ്കിലും അവരെ രക്ഷിക്കുവാനായി അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധി നീ നിലവിളിക്ക്, നിന്റെ കരുണയോടെ ദൈവം വാരിപ്പുണരും. കർത്താവേ, ദൈവസന്നിധി നീ നിലവിളിക്ക്, നിന്റെ കരുണയോടെ ദൈവം വാരിപ്പുണരും. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയ എന്നും നിറഞ്ഞിടട്ടെ. കർത്താവേ, യാതൊരു മനസ്സാക്ഷിയും ദൈവവിചാരവുമില്ലാതെ ഒരുപാട് തന്നെ ചെയ്യുകയും മറ്റുള്ളവരെ വഞ്ചിക്കുകയും ഓരോരോ പ്രതിസന്ധിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന ധാരാളം മനുഷ്യർ ഈ ലോകത്തിലുണ്ട്, ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരെ സമർപ്പിച്ചുകൊണ്ട് അവരിലേക്ക് നിൻ്റെ ആത്മാവിനെ അയക്കണമേ. അവർക്കൊരു മാനസാന്തരത്തെ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ചു പാട് നീ എളിമയോടെ, നിന്റെ കരം പിടിച്ച് ദൈവം നിന്നെ ഉയർത്തും. സ്തുതിച്ചു പാട് നീ എളിമയോടെ,
നിന്റെ കരം പിടിച്ച് ദൈവം നിന്നെ ഉയർത്തും. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പകർച്ചവ്യാധിയും അതേ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും നമ്മൾ ഒരുപാട് പേര് ഒരുപാട് പ്രതിസന്ധികളിൽ പെട്ടുപോകാൻ കാരണമായി. സാമ്പത്തികമായ പ്രതിസന്ധികളിൽ പെട്ടുപോയി, കടബാധ്യതകളിൽ പെട്ടുപോയി, ജോലിയില്ലാത്ത അവസ്ഥയിൽ പെട്ടുപോയി, ലഭിക്കാമായിരുന്ന ജോലി നഷ്ടപ്പെട്ടിട്ട് പെട്ടുപോയി, കിട്ടാമായിരുന്ന വിദേശ ജോലികൾ നഷ്ടപ്പെട്ട് അങ്ങനെ പെട്ടുപോയി. അങ്ങനെ ഒരുപാട് വിധത്തിൽ പെട്ടുപോയി. രോഗത്തിൽ വന്നുപോയി, പകർച്ചവ്യാധിക്ക് അടിമയായി പെട്ടുപോയി. കുടുംബാംഗങ്ങൾ ഒരുപക്ഷെ രോഗിയായി തീർന്നോ മരിച്ചോ പെട്ടുപോയി. പിന്നെ കർത്താവേ, ഞങ്ങളെല്ലാവരും തന്നെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഓരോരോ പ്രതിസന്ധികളിലും ആപത്തുകളിലും പെട്ടുകിടക്കുകയാണ് ദൈവമേ. പെട്ടുപോയി എന്ന് ഒരുപക്ഷെ എല്ലാവർക്കും പറയാവുന്ന ഒരു അവസ്ഥയിലാണ് ദൈവമേ ഞങ്ങളുടെ ജീവിതം. നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയൊഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് രക്ഷ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രതിസന്ധിയിൽ ലോകത്തെ അകപ്പെട്ടു പോയ കുടുംബങ്ങളെ, സ്ഥാപനങ്ങളെ, വ്യക്തികളെ എല്ലാം കർത്താവ് നീ ഉയർത്തിക്കൊണ്ടുവരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. കർത്താവേ, മറ്റെല്ലാ വ്യക്തികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി തകർന്നു പോയ രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി തകർന്നു പോയ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പെട്ടുപോയി എന്ന ഒരു ചിന്തയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ, എന്നെ രക്ഷിക്കുവാൻ ഒരു ദൈവമുണ്ടെന്ന വിശ്വാസത്തിൽ ജീവിക്കുവാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.